ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയാണ് ധനുരാശി. ധനുരാശിയുടെ സ്വാമി വ്യാഴം. 2025 ഓഗസ്റ്റ് മാസം ധനുരാശിക്കാരുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും നവഗ്രഹങ്ങൾ തരുന്ന ഫലങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ ഒരു വാസ്തു ടിപ്പും ഉണ്ടാകും. ഓഗസ്റ്റ് മാസം ധനുരാശിയുടെ ലഗ്നത്തിൽ വ്യാഴവും ശുക്രനും, 3ാമത്തെ ഭാവത്തിൽ രാഹു, 4ാം ഭാവത്തിൽ ശനി, 8ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 9ാം ഭാവത്തിൽ കേതു, 10ാമത്തെ ഭാവത്തിൽ ചൊവ്വയുമാണ്. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. 9ാമത്തെ ഹൗസാണ് ഭാഗ്യം നോക്കുന്നത്. ഭാഗ്യത്തിൻ്റെ സ്വാമിയായ സൂര്യൻ 8ാമത്തെ ഹൗസിലാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 16 ശേഷം സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഈ സമയം വളരെയേറെ അനുകൂലമായ ഒരു സമയമായിരിക്കും. എന്ത് കാര്യം ചെയ്യുവാനും എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 ശേഷം വളരെ അനുകൂലമായ സമയത്ത് ചെയ്യാവുന്നതാണ്. ഈ സമയം പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനും ട്രേഡിംഗ് ചെയ്യുന്നവർക്കും ഇൻവെസ്റ്റ്മെൻറ്റിനും മംഗളകാര്യങ്ങൾക്കും എല്ലാം നല്ല സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കുവാൻ ഒരു അനുകൂലമായ സമയമാണ്. സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ വളരെയേറെ ശുഭഫലങ്ങളായിരിക്കും തരിക. ജോലി സംബന്ധിച്ച കാര്യങ്ങൾക്ക് 10ാമത്തെ ഹൗസ്, 10ാം ഹൗസിൻ്റെ ഗ്രഹം ചൊവ്വ 8ാമത്തെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് കുറച്ചൊരു മടിയൊക്കെ വരുന്നതിനുള്ള സമയം. ആരുടെയും ഉപദേശം കേൾക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് 16 ശേഷം നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ മാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കുക. ചെയ്യുന്ന ജോലിയിൽ നല്ല കോൺഫിഡൻസോടുകൂടി ചെയ്യുക. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യം നോക്കുന്നത് ഫസ്റ്റ് ഹൗസ്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, വ്യക്തിത്വം ഒക്കെ നോക്കുന്നത് 1ാമത്തെ ഭാവമാണ്. അപ്പോൾ 1ാമത്തെ ഭാവത്തിൻ്റെ സ്വാമി വ്യാഴം ഇപ്പോൾ 7ാമത്തെ ഹൗസിൽ. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പല്ല്, കണ്ണ്, അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാക്കി കുഴപ്പമൊന്നും കാണുന്നില്ല. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. 5ാമത്തെ ഭാവമാണ് നോക്കുന്നത്. 5ാമത്തെ ഹൗസിൻ്റെ ഗ്രഹം ചൊവ്വ ഇപ്പോൾ 10ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ചൊവ്വയുടെ ദൃഷ്ടി 5ാം ഭാവത്തിൽ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം തന്നെ. പക്ഷേ ഓഗസ്റ്റ് 16 ശേഷം ഒന്നുകൂടി അനുകൂല സമയമായിരിക്കും. ഗവൺമെൻറ് എക്സാമൊക്കെ എഴുതുന്നവർക്കോ എൻട്രൻസ് അഡ്മിഷൻ, പുതിയ അഡ്മിഷനൊക്കെ ചെയ്യുന്നവർക്കോ ഓഗസ്റ്റ് 16 ശേഷം ഒന്നും കൂടെ ബെറ്റർ സമയം ആയിരിക്കും. ഏതൊരു ഗ്രഹവും സ്വന്തം രാശിയിൽ വരുമ്പോൾ അതിൻ്റെ ദൃഷ്ടി രാശിയിലോ അതിൻ്റെ ദൃഷ്ടിയോ വന്നാൽ ശുഭഫലമായിരിക്കും തരിക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൊവ്വ 10ാമത്തെ ഹൗസിൽ. പക്ഷേ ചൊവ്വയുടെ ദൃഷ്ടി സ്വന്തം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ശുഭഫലങ്ങൾ ആണ് പ്രതീക്ഷിക്കേണ്ടത്. ലവ് റിലേഷൻ, അതും 5ാം ഭാവം. സ്നേഹബന്ധത്തിലുള്ളവർക്ക് അനുകൂല സമയം. വ്യാഴം സ്വന്തം രാശിയിൽ, ചൊവ്വയുടെ ദൃഷ്ടിയും 5ാമത്തെ ഭാവത്തിൽ വരുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഈ മാസം നിങ്ങൾ ആഘോഷിക്കുക. ദാമ്പത്യ ജീവിതം 7ാമത്തെ ഭാവമാണ് നോക്കുന്നത്. 7ാം ഭാവത്തെ ഗ്രഹം ബുധൻ 8ാം ഹൗസിലാണ്. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും യുതി 7ാം ഭാവത്തിൽ അത്രയും ശുഭഫലങ്ങൾ തരുന്നില്ല. ഈ മാസം ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത, നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെറിയ രീതിയിലുള്ള
ഹെൽത്ത് പ്രോബ്ലം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെറിയ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: മാതാപിതാക്കളെ സംരക്ഷിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും ചെലവഴിക്കുക. അവരുടെ ആവശ്യങ്ങൾ നോക്കി അത് ചെയ്തു കൊടുക്കുക. ബുധൻ്റെയും ഗുരുവിൻ്റെയും ബീജമന്ത്ര 108 തവണ, ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. ഉദിച്ചു വരുന്ന സൂര്യനെ ജലാർപ്പണം ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ മെഡിസിൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകളൊക്കെ വെക്കേണ്ട കറക്റ്റായിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള സ്ഥലം ഏതാണ്? നിങ്ങളുടെ വീടിൻ്റെ ഈശാനകോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് കോർണർ. അവിടെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കേണ്ട മെഡിസിനോ അത് നിങ്ങൾ തുറന്നു വെക്കാതിരിക്കുക. ഒരു നല്ല ഡബ്ബയിലാക്കി നല്ല ക്ലീനായിട്ട് എക്സ്പയറി ഡേറ്റുള്ള മെഡിസിനെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് വെക്കുന്നത് നല്ലത്. അവിടെ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് വശത്താണേലും വെക്കാം. പക്ഷേ ഇനി പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യുക. ഒന്ന്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെഡിസിനോ ഹോസ്പിറ്റൽ റിലേറ്റഡ് സാധനങ്ങളോ ഫയലുകളോ ഒരിക്കലും വെക്കാതിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റും, ഈ 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മെഡിസിൻ ഒരിക്കലും വെക്കാൻ പാടുള്ളതല്ല. അവിടെ മെഡിസിൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡെയിലി കഴിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും വരിക. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാസ്തുദോഷം കാരണമാകാം. നിങ്ങൾ വാസ്തു ചെക്ക് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലെയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിൻ്റെയോ. ഓഫീസിൽ വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷവും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസുള്ളവരാണെങ്കിൽ രണ്ടും, വീട്ടിലെ ഓഫീസിൻ്റെയും വാസ്തു തീർച്ചയായിട്ടും ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.